ഓം അഞ്ജനാചലനിഭാം ത്രിലോചനാം സേന്ദുഗണ്ഡവിലസൽകവർദ്ധികാം ഹാരനൂപുരമഹാർഹകുണ്ടലാം അദ്യുച്ഛലാം കുസ്മരഞ്ജിതസ്തനാം രക്തപട്ടപരിതായിനീ ചതുശ്ചാരുദംഷ്ട്രപരിശോഭിതാനന പ്രേതരൂഢഗുണസത്കപാലിനീ ഖഡ്ഗചർമ്മധൃതഗാസ്തു ഭൈരവീ. ആതിരത്തിരുനാളെന്നും അപരപക്ഷം ചതുർത്ഥിയെന്നും കേസരി യോഗമെന്നും ഗർവുള്ള ശനിയാഴ്ചയ്ക്ക് പാതിരാ നേരം തന്നിൽ ഭഗവാൻ വന്നുദിച്ച പോലെ ഭൂതലം നടുങ്ങുമാർ ഭൂമിയിൽ പിറന്ന ഭദ്രേ ഭദ്രമാം ഭദ്രകാളി തൃപ്പാദം നമോ നമസ്തേ. നമ്മുടെ ഇന്നത്തെ ചോദ്യം മുടിപ്പുര എന്നാൽ എന്തെന്നാണ്. മുടിപ്പുര പൊതുവിൽ ഭദ്രകാളി വിധാനത്തിൽപ്പെടുന്നതാണ്. വിശേഷമായി തെക്കൻ തിരുവിതാംകൂറിലാണ് ഈ മുടിപ്പുര സമ്പ്രദായം കൂടുതലായി നിലനിൽക്കുന്നത്. വളരെ വ്യവസ്ഥാപിതവും പ്രസക്തവും പ്രാധാന്യമർഹിക്കുന്നതുമായ വളരെയേറെ മുടിപ്പുരകൾ ഉള്ള ഒരു പ്രദേശമാണ് തെക്കൻ തിരുവിതാംകൂർ. അപ്പോൾ ഈ മുടിപ്പുര, മടപ്പുരകൾ, തെക്കതുകൾ ഇതെല്ലാം ദേശാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിലുപരി കുലാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കുലാചാരങ്ങളെന്ന് പറയുമ്പോൾ കൗളം തന്നെയാണ്. കൗളം കുലസ്യ സംബന്ധ എന്നാണ് കുളാർണവതന്ത്രത്തിലുള്ള വ്യാഖ്യാനം. കുലവുമായി ബന്ധപ്പെട്ടതെന്തോ അതാണ് കൗളം. അത്തരത്തിലായതുകൊണ്ട് തന്നെ മുടിപ്പുരകളിലെല്ലാം പ്രധാനമായി ഭദ്രകാളി സങ്കല്പങ്ങളാണെങ്കിലും പൂജകൾ ചെയ്യുന്ന ആൾക്കാരെ വാഴ്ത്തിമാരെന്നാണ് പറയുന്നത്. അത് പല സമുദായത്തിൽപ്പെട്ട, എല്ലാ സമുദായത്തിലും പെട്ട, ബ്രാഹ്മണരൊഴിച്ച് ഉള്ള മറ്റെല്ലാ സമുദായത്തിലും മിക്കവാറും വാഴ്ത്തി സമ്പ്രദായങ്ങളുണ്ട്. വാഴ്ത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയെ വാഴ്ത്തുന്ന ആൾ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഓരോ കുടുംബവും, ഓരോ ഫാമിലി അനുബന്ധമായിട്ട് ഇതിന് വ്യത്യാസങ്ങളുണ്ട്. ഓരോ ഗുരുപരമ്പരയുടെ പ്രത്യേകതകളനുസരിച്ച് അതിന് ആചരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാലും ദേവിയുടെ ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് പൊതുവിൽ സാധാരണമാണ്. പൊതുവിൽ കോമൺ ആയിട്ടാണ് ദേവിയുടെ ഒരു സംഭവം, അതായത് സങ്കല്പ രീതി. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു വാഴ്ത്തുപാട്ട് എന്ന് പറഞ്ഞ ദേവിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച്, ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച് ദാരിക നിഗ്രഹത്തിനായി ജനിച്ച ആ ദേവിയെ നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ കുടിയിരുത്തിയ സ്ഥലങ്ങളാണ് മുടിപ്പുരകൾ. മുടിപ്പുരയുടെ ഒരു സമ്പ്രദായം എന്നാൽ മുടിപ്പുരയ്ക്ക് 2 നടകളാണ്. പൊതുവിൽ സാധാരണയായി 2 നടകളാണ് പൊതുവെ നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ചാൽ, കിഴക്കേ നടയിൽ കലമാൻ കൊമ്പ് വാളശൂലം, അതിനെ ബ്രഹ്മസ്ഥാനം എന്നാണ് പറയുന്നത്. അതുപോലെ വടക്കേ നടയിൽ നമ്മുടെ തിരുമുടിയാണ് പ്രതിഷ്ഠിക്കുന്നത്. തിരുമുടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പണ്ട് കാലത്ത് തിരുമുടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പൊതുവിൽ തുണി ഞൊറിഞ്ഞു വെച്ചാണ്, തിരുമുടിയുടെ ആകൃതിയിൽ തുണി ഞൊറിഞ്ഞു വെച്ചിട്ടാണ് ആ ഇതിലാണ് പീഠത്തിൻ്റെ മുകളിൽ ചുമരിനോട് ചേർത്ത് മുടിയായി ഞൊറിഞ്ഞു വെച്ച ആ മുടിയിലാണ് ദേവിയുടെ പൂജകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തിരുമുടി ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിനെ മുടിപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഗർഭഗൃഹം പോലെ ഉണ്ട്. ഇതിനകത്ത് അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ഇതിനകത്തൊരു ഗർഭഗൃഹം പോലെ ഉണ്ട്. ഗർഭഗൃഹത്തിന് അതിന് പള്ളിയറ എന്നാണ് പറയുന്നത്. ദേവി ഇരിക്കുന്ന അറയ്ക്ക് പള്ളിയറ എന്നാണ് സങ്കല്പം. അപ്പോൾ ക്ഷേത്ര സംബന്ധത്തിൽ നിന്നും വളരെയധികം, താന്ത്രികമായ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടൊരു ആചരണ പദ്ധതിയും സങ്കല്പ സംവിധാനവുമാണ് ഈ മുടിപ്പുരകൾ എന്ന് പറയുന്നത്. അത് ഒരു നാടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തത്തിൽ നടക്കുന്ന ഒരു സങ്കേതമാണ്. അതിൽ പൊതുവിൽ നമ്മുടെ പൂജ ചെയ്യുന്നത് ഒരു ആൾക്കാരായിരിക്കും, അത് നോക്കി നടത്തുന്നത് ആൾക്കാരായിരിക്കും, ഒരു വിഭാഗം ആൾക്കാരായിരിക്കും. അതുപോലെ അവിടെ കരിക്ക് കൊടുക്കുന്നത്, കള്ള് കൊടുക്കുന്നത്, പിന്നെ പൊതുവിൽ മുടിപ്പുരയിൽ വെടിവെക്കുന്ന സമ്പ്രദായമുണ്ട്, വെടി പൊട്ടിക്കുന്ന സമ്പ്രദായം. അപ്പോൾ അത് വയ്ക്കുന്നത് ഒരു സമുദായക്കാരായിരിക്കും. അങ്ങനെ സമുദായം തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ പേരും അതിന് ഒരു ഭാഗമാവുക എന്നുള്ള സങ്കല്പത്തിലാണ്.